Hello students, we can move to a third result. Suppose f and g are real valued functions with a common domain D subset of R and assume that f and g are bounded. Then subdivision A, if fx less than or equal to gx for all x element of D, then supremum fd less than or equal to supremum gd. If fx less than or equal to gx for all x element of D, then for all x element of D, then it does not imply supremum of D less than or equal to infimum gd. If fx less than or equal to gy for all xy element of D, then only supremum of D less than or equal to infimum of gd. A comparison can be done with the result if a less than or equal to b for all a element of a, b element of b, for all b element of B, then supremum of capital A less than or equal to infimum of capital B. capital A എല്ലാ എലമെന്റ്സും capital B എല്ലാ എലമെന്റ്സിനേക്കാളും ചെറുതാണെങ്കിൽ capital B യിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ capital B യിലുള്ള ആരൊക്കെ ഉണ്ടോ അവരൊക്കെക്കാളും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ supremum A less than or equal to infimum B. This result seems to be like that, but it is not like that. Here we have to compare the supremum and infimum of fd and gd. ഇതുപോലെ നേരിട്ട് supremum fd less than or equal to infimum gd എന്ന് ഈ കണ്ടീഷൻ രണ്ടിലും എഴുതാൻ പറ്റില്ല. if f of x less than or equal to gx for all x element of d ല് അത് കിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇത് കിട്ടണമെങ്കിൽ എന്താ, എയിലെ എല്ലാവരും ബിയിലെ എല്ലാവരെക്കാളും ചെറുതാണ്. അതായത് ഇവിടെ എഫ് ഡിയും സി ഡിയും കമ്പയർ ചെയ്യുമ്പോൾ എഫ് ഡിയിൽ ആരെ എടുത്താലും അത് ജി ഡിയിലുള്ള ആരെ എടുത്താലും അവരെക്കാളൊക്കെ ചെറുതായിരിക്കണം. ആദ്യം പറഞ്ഞ കണ്ടീഷൻ എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഡി ഒരേ എക്സിനെ ഉള്ളൂ. എഫ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിയില് വൺ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു വിചാരിക്കാം. എഫ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി വൺ. ഡിയിൽ 2 ഉണ്ടെങ്കിൽ F2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു G2. ഡിയിൽ 3 ഉണ്ടെങ്കിൽ F3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു G3. അപ്പോൾ ഡിയിലെ പോയിന്റ്സ് സെയിം എടുത്തിട്ട് എക്സും ജി എക്സും കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമേ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിലും പറഞ്ഞിട്ടുള്ളൂ. ദിസ് ഡസ് നോട്ട് സേ അബൌട്ട് F1 ആൻഡ് G2 കമ്പാരിസൺ. ഇതിന്റെ ആ കേസ് എടുക്കുമ്പോൾ F1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു G2 എന്ന് പറയത്തില്ല, എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞിട്ടില്ല, ഉറപ്പില്ല, ചിലപ്പോൾ ഉണ്ടാകാം. അപ്പൊ ഇതുപോലത്തെ കണ്ടീഷൻസ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എഫ് ഡിയിലെ എല്ലാ എലമെന്റ്സും ജി ഡിയിലെ എല്ലാ എലമെന്റ്സിനേക്കാളും ചെറുതാണെന്ന് കണ്ടീഷൻ എയിലോ ബിയിലോ പറഞ്ഞിട്ടില്ല. പക്ഷെ എഫ് ഡി എന്നാ, ഡിയിലെ ഏത് പോയിന്റ് എടുത്ത് എഫ് എക്സ് എവാലുവേറ്റ് ചെയ്താലും, ഡിയിലെ ഏത് പോയിന്റ് എടുത്ത് എഫ് എക്സ് തന്നെ പിന്നെ പറയത്തില്ല, ജി വൈ എവാലുവേറ്റ് ചെയ്താൽ ജി ഡി കിട്ടും. അപ്പോൾ ഈ എലമെന്റ്സ് മാറി വന്നാലും എഫ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി വൺ, എഫ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ടു എന്ന് പോരാ. എഫ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ടുവും വേണം, എഫ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ത്രീ വേണം, എഫ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി വൺ വേണം, എഫ് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ടു വേണം. അങ്ങനെ ഈ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് മാറി മാറി വരണം. അപ്പോഴും ശരിയാണെങ്കിൽ നമുക്ക് എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി വൈ അത് വേണ്ട, എഫ് ഡി ജി ഡി അല്ലേ, എഫ് ഡി ജി ഡി എയും ബിയും തന്നെ വിചാരിച്ചു. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എഫ് ഡി ആൻഡ് ബി എലമെന്റ് ഓഫ് ജി ഡി. എഫ് ഡിയിലെ ഓരോ പോയിന്റ്സും ജി ഡിയിലെ ഓരോ പോയിന്റ്സിനേക്കാളും ചെറുതാണ് എന്ന് വരണമെങ്കിൽ എക്സുമായിട്ട് നിൽക്കുമ്പോൾ പറ്റത്തില്ല. അപ്പോൾ ഡിയിലെ എഫ് എക്സിന് ഏത് എക്സ് എടുക്കാം, ജി എക്സിന് അതേ എക്സ് കൊടുക്കാൻ പാടില്ല, അതേ എക്സ് ആവാൻ പാടില്ല എന്നറിയാൻ ജി വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. If fx less than or equal to gy for all x comma y element of D, then only we can say that every element of fd is less than any element of gd. fdയിലെ ഏത് എലമെന്റ് എടുത്താലും ബിയിലെ ഏതൊരു എലമെന്റിനേക്കാളും ചെറുതാണ്. ഒരേ വാല്യൂവിലാകുമ്പോൾ അതാകത്തില്ല. fx less than or equal to gx എന്ന് പറഞ്ഞാൽ f1 g1നേക്കാളും ചെറുത് ഫംഗ്ഷൻ ആണ്, അതാണ് പ്രത്യേകത.
അപ്പോൾ എഫ് ഡിയിലെ ഓരോ എലമെന്റും ജി ഡിയിലെ ഓരോ എലമെന്റിനേക്കാളും ചെറുതാണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ പോരാ, അത് ഇതുപോലെ ഉള്ളൂ. F1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു G1, F2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു G2 പോലത്തെ കണ്ടീഷൻസ് മാത്രമേ ശരിയാകത്തുള്ളൂ. F1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു G2, F2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു G3 അങ്ങനത്തേതും കൂടെ നമുക്ക് വേണം. അങ്ങനത്തേതും കൂടെ വേണമെങ്കിൽ നമ്മൾ ഫോർ ഓൾ എക്സ് വൈ എലമെന്റ് ഓഫ് ഡി Fx ലെസ് ദാൻ ഓർ ഈക്വൽ ടു Gy എന്നുള്ള റെസ്ട്രിക്ഷൻ വെക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ റിസൾട്ടുമായിട്ട് പഴയ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തെറ്റ് പറ്റരുത് എന്നാണ്. ആ റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്നത് എയിലെ എല്ലാ എലമെന്റ്സും ഏതൊരു എലമെന്റും ബിയിലെ ഏതൊരു എലമെന്റിനേക്കാളും ചെറുതാണ്. നമ്മുടെ ആദ്യത്തെ കണ്ടീഷനിൽ അതില്ല എന്ന് വിചാരിച്ച് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. സോ വി റൈറ്റ് ദ പ്രൂഫ് ഓഫ് ദ തിയറം ഫോർ പാർട്ട് എ. പാർട്ട് എയുടെ പ്രൂഫ് നമ്മൾ എഴുതാൻ പോവാണ്. Given that f of x less than or equal to g of x for all x element of D. F of x less than or equal to g of x for all x element of D. Then what is g of D? G of D എന്ന് പറയുന്നത് എന്താണ്? Equal to set of all g of x such that x element of D. ഇതാണ് നമ്മുടെ g of D യുടെ ഡെഫിനിഷൻ. ഫംഗ്ഷന്റെ റേഞ്ച് സെറ്റിന്റെ ഡെഫിനിഷനാണ്. ജി എക്സ് ഇമേജ് സെറ്റിന്റെ ഡെഫിനിഷനാണ്. ജി എക്സ് റേഞ്ച് എന്ന് പറയുമ്പോൾ സംശയം ഉണ്ടാവും, ചിലയിടത്ത് അങ്ങനെ ഡെഫിനിഷൻ അത്ര കറക്റ്റ് ആയിട്ട് റേഞ്ചിനെ അല്ല പറയുക. അപ്പൊ ഇമേജസിന്റെ കളക്ഷൻ ഇതാണ്, അത് ശരിയാണ്. ജി എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ഡി. അപ്പോൾ ജി എക്സ് ഉള്ള ഒരു കളക്ഷന്റെ സുപ്രീമം എന്ന് പറയുന്നത് എന്തായിരിക്കും? സുപ്രീമം ജി ഡി ആണ്. എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ്. അപ്പോൾ ജി എക്സുകളുടെ സുപ്രീമത്തെക്കാളും ചെറുതാണ് എന്ന് നമുക്കറിയാം. എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ്. ജി എക്സുകളുടെ സുപ്രീമം, ജി എക്സുകൾ എന്നാ ജി ഡിയിലാണ് കിടക്കുക. സുപ്രീമം ജി ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ജി ഡി. കാരണം ഇതാണ് ജി ഡി എന്ന് പറഞ്ഞത് ജി എക്സുകളുടെ കളക്ഷനാണ്. അപ്പൊ ജി ഡിയുടെ സുപ്രീമത്തെക്കാളും ജി ഡിയിലെ ഏത് മെമ്പർ ആണെങ്കിലും ജി ഡിയിലെ ഒരു മെമ്പറാണ് ജി എക്സ്. ജി ഓഫ് എക്സ് എലമെന്റ് ഓഫ് ജി ഡി. ഇത്രയുള്ള കാര്യം. അതിന് പൊക്കത്തിൽ എഴുതിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ജി ഓഫ് എക്സ് ജി ഡിയിലായതുകൊണ്ട് ജി ഓഫ് എക്സ് ജി ഡിയുടെ സുപ്രീമത്തെക്കാളും ചെറുതാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇതിലൊരു ഭാഗം ആവശ്യമുള്ളൂ, അത് മാത്രം എടുത്ത് എഴുതുക. എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് ജി ഡി എന്നുള്ളത് മാത്രമേ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളൂ. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഡി. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഡി. ദാറ്റ് ഇംപ്ലൈസ്. ഇനി നമ്മൾ എഫ് ഡിയുടെ ഡെഫിനിഷൻ ഉപയോഗിക്കും മുമ്പിലത്തെ പോലെ. എഫ് ഡി എന്ന് പറയുന്നത് എന്താ? എഫ് എക്സുകളുടെ കളക്ഷനാണ്. ഫോർ വാട്ട്? ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഡി. എക്സ് എലമെന്റ് ഓഫ് ഡി എടുത്തിട്ട് എഫ് എക്സുകളെല്ലാം എഴുതിയ എഫ് ഡികളാണ്. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? എഫ് എക്സിലെ എല്ലാ പോയിന്റ്സിനേക്കാളും അല്ലെ, എഫ് എക്സിലെ എല്ലാ പോയിന്റ്സ് എന്ന് പറഞ്ഞത് എഫ് ഡികളാണ്. എഫ് ഓഫ് എക്സ് എക്സ് എലമെന്റ് ഓഫ് ഡി. സോറി, എഫ് ഡിയിലെ എല്ലാ പോയിന്റ്സ്, എഫ് ഡിയിലെ എല്ലാ പോയിന്റ്സിനേക്കാളും വലുതാണ് സുപ്രീമം ജി ഡി. ഇംപ്ലൈസ് സുപ്രീമം ജി ഡി ഈസ് ആൻ അപ്പർ ബോൺ. ഈസ് ആൻ അപ്പർ ബോൺ ഓഫ് ഏതിന്റെയാ? എഫ് എക്സുകൾ എന്ന് പറയുന്നത് എഫ് ഡിയിലെ പോയിന്റ്സ് ആണ്. എഫ് എക്സുകളെക്കാളും ഒക്കെ വലുതാണ്. ഏത് എഫ് എക്സ് എടുത്താലും അതിനേക്കാളും വലുതാണ് സുപ്രീമം ജി ഡി. സുപ്രീമം ജി ഡി. ഇനി സുപ്രീമം ഒന്നും കാൽക്കുലേറ്റ് ചെയ്തത്, ദാറ്റ് ഇസ് എ റിയൽ നമ്പർ. എല്ലാ എഫ് എക്സുകളും ഒരു റിയൽ നമ്പറിനേക്കാളും ചെറുതാണ്. ആ റിയൽ നമ്പർ സുപ്രീമം ജി ഡി എന്ന് എഴുതാം. ആ റിയൽ നമ്പർ എഫ് എക്സുകളുടെ കളക്ഷന്, ദാറ്റ് ഇസ് എഫ് ഡിക്ക് ഒരു അപ്പർ ബൗണ്ടാണ്. അപ്പർ ബൗണ്ട് ഓഫ് എഫ് ഡി. അപ്പൊ അത് എഫ് ഡിക്ക് ഒരു അപ്പർ ബൗണ്ടാണ്. ഇംപ്ലൈസ് ഈസ്റ്റ് അപ്പർ ബൗണ്ട് എന്നാ? ഏതിന്റെ അപ്പർ ബൗണ്ടാന്നൊക്കെ പറഞ്ഞേ? സുപ്രീമം ജി ഡി. അതിനെ അങ്ങനെയൊന്നും കാണണ്ട, സുപ്രീമം എന്നൊന്നും കാണണ്ട, ഒരു റിയൽ നമ്പർ. ഇപ്പൊ അങ്ങനെ വിചാരിച്ചാൽ മതി. സുപ്രീമം ജി ഡി ഒക്കെയാണ്. ദിസ് റിയൽ നമ്പർ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എഫ് ഡി. ബട്ട് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എഫ് ഡി ഈസ് സുപ്രീമം എഫ് ഡി. ഇതൊരു അപ്പർ ബൗണ്ട് ആകാം, പക്ഷെ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് എന്താ? എഫ് ഡിയുടെ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട് സുപ്രീമം എഫ് ഡി ആണ്. സുപ്രീമം എഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ജി ഡി. കാരണം എന്നാ? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എഫ് ഡി. എഫ് ഡി ഈസ് സുപ്രീമം എഫ് ഡി. വേറൊരു അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആ അപ്പർ ബൗണ്ട് ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് സുപ്രീമം എഫ് ഡിയേക്കാളും വലുതായിരുന്നാൽ മതി. അങ്ങനെയും വേണേൽ പറയാം. വേറൊരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അത് സുപ്രീമം എഫ് ഡിയേക്കാളും
ഇരുന്നാൽ മതി. അപ്പോൾ സുപ്രീം എഫ് ഡിയിൽ ഈ സ്റ്റെപ്പ് റിമൂവ് ഉണ്ടാവും. സുപ്രീം ജി ഡി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സുപ്രീം എഫ് ഡി എന്ന് വേണമെങ്കിലും തിരിച്ച് പറയാം. നിങ്ങൾ നോട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റിസൾട്ടായി സുപ്രീമം എഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ജി ഡി എന്നുള്ള റിസൾട്ടായി. നൗ വി മൂവ് ടു സബ് ഡിവിഷൻ ബി. fx less than or equal to gx for all x element of D, then it does not imply supremum fd less than or equal to infimum gd. For all x element of D ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാണ്. അതുകൊണ്ട് മാത്രം supremum fd less than or equal to infimum gd എന്നുള്ള പഴയ റിസൾട്ടിലെ supremum less than or equal to infimum bയിലെ റിസൾട്ടിലെ പോലെ പറയാൻ പറ്റില്ല. For that we consider a counter example. Consider the functions f and g. F of x equal to x square and g of x equal to x. G of x equal to x. Both are real valued functions with a common domain. We set the domain as D equal to set of all x element of real numbers between 0 and 1, including 0 and 1. 0 less than or equal to x less than or equal to 1. Squares എവിടെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഇങ്ങനെ അങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്യണം. 0യ്ക്കും 1നും ഇടയ്ക്കുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സും നമ്പേഴ്സും ആണ് ഫംഗ്ഷൻസ്. എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ജി എക്സ് ഈക്വൽ ടു എക്സ് ഫോർ എക്സ് ഫ്രം 0 to 1. Then what will be the relation between fx and gx here? 0യ്ക്കും 1നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണ്. സ്ക്വയേഴ്സ് എടുക്കുമ്പോൾ 0.1ന്റെ സ്ക്വയർ എടുത്താൽ 0.01 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ we know that x square less than x when x element of closed interval 0 1. അവിടെ ആയതുകൊണ്ട് x square less than x ആണ്. That implies f of x less than or equal to g of x. f of x less than or equal to g of x for all x element of D. ഡിയിലെ എല്ലാ പോയിന്റ്സിനും f of x less than or equal to g of x എന്നുള്ള f of 0.1 less than or equal to g of 0.1. But this does not ensure that f of 0.1 less than or equal to g of 0.2 or g of 0.01. വേറൊരു പോയിന്റ് എക്സ് സെയിം ആയിട്ട് എടുത്താലേ എക്സ് സ്ക്വയർ ലെസ് ദാൻ എക്സ് നമുക്കിപ്പോൾ പറയത്തുള്ളൂ. എക്സ് മാറിയ എക്സ് സ്ക്വയർ ലെസ് ദാൻ വൈ എന്ന് ഈ റേഞ്ചിൽ പറയാൻ നമുക്കിപ്പോൾ നിർവാഹമില്ല. അതാണ് പ്രശ്നം. ആ പ്രശ്നത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളൊരു ഇത് തെറ്റാന്ന് പറഞ്ഞാൽ മതി, ഇത് ശരിയാവണമെന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അതിനൊരു കൗണ്ടർ എക്സാമ്പിൾ കൊടുക്കുകയാണ്. എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഡി എന്നുള്ളത് ശരിയായി. ഈ ആദ്യത്തെ പാർട്ട് ശരിയായി. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ സുപ്രീമം എഫ് ഡി. കാൽക്കുലേറ്റ് സുപ്രീമം എഫ് ഡി. സുപ്രീമം ഓഫ് എഫ് ഡി ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഡി എങ്ങനെ കിട്ടുന്നത്? എഫ് അപ്ലൈ ചെയ്ത് എക്സ് സ്ക്വയർ കിട്ടും. സുപ്രീമം ഓഫ് എക്സ് സ്ക്വയർ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0 1. എക്സ് സ്ക്വയറിന്റെ ക്ലോസ്ഡ് ഇന്റർവൽ 0 1ലെ സുപ്രീമം അത് അവിടെ തന്നെ കിടക്കും. എന്താ? എക്സ് സ്ക്വയർ 1ന്റെ സ്ക്വയർ 1 ആയിരിക്കും സുപ്രീമം. ആൻഡ് ഇൻഫീമം ഓഫ് ജി ഡി. ജി ഡിയുടെ ഇൻഫീമം എന്താണ്? ഈക്വൽ ടു ഇൻഫീമം ഓഫ് ജി ഡി എന്ത് കിട്ടും? എക്സ് തന്നെയാണ്. സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0 1. ക്ലോസ്ഡ് ഇന്റർവൽ 0 1ലെ പോയിന്റ്സിന്റെ തന്നെ ഇൻഫീമം ആയിപ്പോയി. ഫംഗ്ഷന്റെ വാല്യൂ എക്സ് തന്നെയാണ്. അതെന്താ? 0 ആയിപ്പോയി. സുപ്രീമം എഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫീമം ജി ഡി എന്ന് കിട്ടിയില്ല. സുപ്രീമം എഫ് ഡി നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫീമം ജി ഡി എന്ന് ഇപ്പൊ പറയേണ്ടി വരും. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ എക്സ് എടുക്കുമ്പോൾ എഫ് ജിയേക്കാളും ചെറുതാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് ഡിഫറെന്റ് വാല്യൂസ് ഫോർ എഫ് ആൻഡ് ജി, എഫ് ഓഫ് 1 ഈക്വൽ ടു 1 സ്ക്വയർ, ജി ഓഫ് 0 ഈ റേഞ്ചിലെയാ. ജി ഓഫ് 0 ഈക്വൽ ടു 0, എഫ് 1 നോട്ട് ലെസ് ദാൻ ജി ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് 0. അപ്പോൾ അത് രണ്ട് എക്സ് വാല്യൂസ് നമ്മളെടുത്ത്. എക്സ് ഈക്വൽ ടു 1 എഫിന് എടുത്തു, എക്സ് ഈക്വൽ ടു 0 ജിക്ക് എടുത്തു. അപ്പോൾ എഫ് ഡിയിലെ എല്ലാ പോയിന്റ്സും, ജി ഡിയിലെ ഒരു പോയിന്റ് ആണ് G0, എഫ് ഡിയിലെ ഒരു പോയിന്റ് ആണ് എഫ് ഓഫ് 1. എഫ് ഡിയിലെ എല്ലാ പോയിന്റ്സും ജി ഡിയിലെ എല്ലാ പോയിന്റ്സിനേക്കാളും ചെറുതാണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ ബി എലമെന്റ് ഓഫ് ബി എന്നുള്ള കണ്ടീഷൻ വരികയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വന്നില്ല. അപ്പോൾ എഫ് ഡിയിലെ എല്ലാ പോയിന്റ്സും, എയിലെ എല്ലാ പോയിന്റ്സും ബിയിലെ എല്ലാ പോയിന്റ്സിനേക്കാളും ചെറുതാണ്. അതിന് നമ്മൾ ഒരേ എക്സിലെ ഇവിടെ പരിഗണിച്ചിട്ടുള്ളൂ.
അതുകൊണ്ട് ആ കണ്ടീഷൻ പോരാ. സുപ്രീമം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ബി പോലെ എക്ക് പകരം എഫ് ഡിയും ബിക്ക് പകരം ജി ഡിയും ഒരേ ഡൊമൈനിലുള്ള രണ്ട് ഫങ്ഷൻസ് വരണമെങ്കിൽ ഫോർ ഓൾ എക്സ് വൈ എലമെന്റ് ഓഫ് ഡി എഫ് എക്സ് ലെസ് ദാൻ